നമുക്ക് കളിക്കാം, നമുക്ക് പഠിക്കാം. ഇതൊക്കെ നമുക്ക് ലെറ്റ്സ് പ്ലസ് V1 വെച്ച് പറയാം. ലെറ്റ്സ്. നമുക്ക് വീട്ടിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ഹോം. നമുക്ക് കുറച്ച് ചായ കുടിക്കാം. ലെറ്റ്സ് ഹാവ് സം ടീ. നമുക്ക് ക്ലാസ് തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. നമുക്ക് ഫുട്ബോൾ കളിക്കാം. ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ. നമുക്ക് ഒരു സിനിമ കാണാം. ലെറ്റ്സ് വാച്ച് എ മൂവി. നമുക്ക് ഒരുമിച്ച് ഇംഗ്ലീഷ് പഠിക്കാം. ലെറ്റ്സ് ലേൺ ഇംഗ്ലീഷ് ടുഗെദർ. നമുക്ക് പരസ്പരം ഹെൽപ്പ് ചെയ്യാം. ഇതിങ്ങനെ പറയാം. കോമൺ യുവർ ആൻസർ. നമുക്ക് അല്പം ചായ ആവാം. നമുക്ക് ഒരു നടത്തമാകാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ആവാം എന്ന് പറയില്ലേ, അത് ലെറ്റ്സ് ഹാവ് ചേർത്ത് പറയാം. ലെറ്റ്സ് ഹാവ് പ്ലസ് നൗൺ. നമുക്ക് കുറച്ച് ചായ കുടിക്കാം. ലെറ്റ്സ് ഹാവ് സം ടീ. നമുക്ക് ഒരുമിച്ച് ലഞ്ച് കഴിക്കാം. ലെറ്റ്സ് ഹാവ് ലഞ്ച് ടുഗെദർ. നമുക്ക് നാളെ ഒരു മീറ്റിംഗ് നടത്താം. ലെറ്റ്സ് ഹാവ് എ മീറ്റിംഗ് ടുമോറോ. നമുക്ക് കുറച്ച് വിശ്രമിക്കാം. ലെറ്റ്സ് ഹാവ് എ ബ്രേക്ക്. നമുക്കൊന്ന് നടക്കാം. ലെറ്റ്സ് ഹാവ് എ വാക്ക്. നമുക്ക് കുറച്ച് സംസാരിക്കാം. ലെറ്റ്സ് ഹാവ് എ ചാറ്റ്. പണ്ട് നമുക്കൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. ആ പണ്ട് നമ്മൾ ചെയ്തിരുന്ന കാര്യം നമ്മൾ ഇപ്പോൾ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പറയാം? യൂസ് ടു പ്ലസ് V1 ഇത് വെച്ച് പറയാം. ഞാൻ മുമ്പ് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഐ യൂസ് ടു പ്ലേ ക്രിക്കറ്റ്. അവൾ മുമ്പ് നേരത്തെ എഴുന്നേൽക്കുമായിരുന്നു. ഷി യൂസ് ടു വേക്ക് അപ്പ് ഏർലി. ഷി യൂസ് ടു വേക്ക് അപ്പ് ഏർലി. എൻ്റെ ഫാദർ മുമ്പ് കഥ പറയുമായിരുന്നു. ഇതിങ്ങനെ പറയാം. ഒരു കാര്യം ആവശ്യമില്ല, വേണ്ട. ഇത് നീഡിൻ്റെ വെച്ച് പറയാട്ടോ. നീഡൻറ്റ്. നീ തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. യു നീഡൻറ്റ് ഹറി. നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. യു നീഡൻറ്റ് വറി. നമുക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. വി നീഡൻറ്റ് വെയിറ്റ്. അവൾ ഇന്ന് വരേണ്ട ആവശ്യമില്ല. ഷി നീഡൻറ്റ് കം ടുഡേ. അവർ നേരത്തെ പോകേണ്ട ആവശ്യമില്ല. ദേ നീഡൻറ്റ് ലീവ് ഏർലി. എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. ഇതെങ്ങനെ പറയും? കോമൺ യുവർ ആൻസർ.